ഹായ്, നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഡിഫറൻസ് മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേര് ടെലിസ്കോപ്പിംഗ് സീരീസ് എന്ന് പറയുന്നത്. ഡിഫറൻസ് മെത്തേഡ് അല്ലെങ്കിൽ ടെലിസ്കോപ്പിംഗ് സീരീസ്. ടെലിസ്കോപ്പിംഗ് മീൻസ് ഈ കൊളാപ്സ് ചെയ്യുക അല്ലെങ്കിൽ മെർജ് ചെയ്തിട്ട് പോകുക എന്നുള്ള അർത്ഥത്തിലാണ് ടെലിസ്കോപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പഠിക്കുന്നത് ഡിഫറൻസ് മെത്തേഡ് ഓർ ടെലിസ്കോപ്പിംഗ് സീരീസ്. അതിൻ്റെ വേറൊരു വേറൊരു പേരല്ല, നമ്മൾ പഠിക്കുന്ന മെത്തേഡാണ് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ. അത് ഹെഡിങ് ആണ്, അതവിടെ നിൽക്കട്ടെ. എന്താ നമുക്ക് നോക്കാം. നമ്മൾ ഈ ജോമെട്രിക് സീരീസിന്റെ സമ്മ് കണ്ടുപിടിച്ചല്ലോ. ഈ ജോമെട്രിക് സീരീസിന്റെ സമ്മ് കണ്ടുപിടിക്കുമ്പം എ പ്ലസ് എ ആർ പ്ലസ് എക്സെട്ര എ ആർ റൈസ് ടു എൻ മൈനസ് 1 അല്ലെ, എ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര എ ആർ റൈസ് ടു എൻ മൈനസ് 1 ആണെങ്കിൽ നമുക്ക് അതിന്റെ ഇക്വേഷൻ അറിയാം. എ ഇൻറ്റു 1 മൈനസ് ആർ റൈസ് ടു എൻ ഡിവൈഡ് ബൈ 1 മൈനസ് ആർ വെൻ മോഡ് ആർ ലെസ് ദാൻ 1. ഇതൊരു ഈസി ഫോർമുല, ഇത് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇതുണ്ടെങ്കിൽ എന്താ, ഏതൊരു ജോമെട്രിക് സീരീസിന്റെയും പ്രോബ്ലം നമുക്ക് ചെയ്യാം. പക്ഷേ എല്ലായ്പ്പോഴും ജനറൽ സീരീസിന് ഇങ്ങനെ ഒരു ഫോർമുല ഇല്ലല്ലോ. ജോമെട്രിക് സീരീസിന് ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീരീസിന് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. പക്ഷേ ഒരു ജനറൽ സീരീസിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അപ്പൊ അതിനൊരു മെത്തേഡ് വേണം. ഓക്കെ, എപ്പോഴും സീരീസ് ഇങ്ങനെ ജോമെട്രിക് ആയിട്ടും അരിത്തമെറ്റിക് ആയിട്ടും തന്നെ വരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലാത്ത ടൈപ്പ് സീരീസുകളുണ്ട്. അപ്പൊ അതാണ് നോക്കുന്നത്. പറയുന്നതാണ് the advantage of geometric series is that if it is convergent then its limit can be easily evaluated. ശരിയല്ലേ? കൺവെർജന്റ് ആണെങ്കിൽ ഈസിലി ഡിവൈഡ് ചെയ്യും. അതാണ് ഇക്വേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, unfortunately formulas like the one for the sum of convergent geometric series are rare and we usually have to settle for an estimate of a series sum. The difference method sometimes useful in summing series that are more complicated than example discussed above. അപ്പം അതാണ് നമ്മുടെ ഏത് ഡിഫറൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് സീരീസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് മെത്തേഡാണ്. കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ്, നമ്മൾ ഇതുവരെ ചെയ്തതല്ല. ഇതുവരെ ചെയ്തതിൽ വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു. കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ടൈപ്സ് പ്രോബ്ലംസ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ഈ പറയുന്നത് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു ജനറൽ സീരീസിന്റെ ഫോം എങ്ങനെ ആയിരിക്കും? ഒരു ജനറൽ സീരീസിന്റെ ഫോം ഇപ്പോൾ n ടേംസ് ഉള്ള ഒരു ജനറൽ സീരീസ് നമ്മൾ എങ്ങനെ എഴുതും? സിഗ്മ n ഈക്വൽ ടു 1 to n un എന്ന് വെച്ചാൽ എന്താ, u1 പ്ലസ് u2 പ്ലസ് എക്സെട്ര un. ഇവിടുത്തെ ടേംസ് ജോമെട്രിക് ആണെന്നോ അരിത്തമെറ്റിക് ആണെന്നോ ഒന്നും പറയുന്നില്ല. ഓക്കെ, വെറുതെ കുറച്ച് n ടേംസ്, അതിന്റെ സമ്മ് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ടേംസ് എന്ന് പറയുന്നത് ഇഫ് ദ ടേംസ് ഓഫ് ദ സീരീസ് un എന്ന് പറയുന്ന ഒരു ആർബിട്രറി ടേം ഉണ്ടല്ലോ. un എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടേം ആയിരിക്കട്ടെ, un സ്മോൾ n ആണ്. un എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ടേമിനെ നിങ്ങൾക്കൊരു fn മൈനസ് 1 എന്ന് എഴുതാൻ സാധിക്കുന്നു എന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ nth ടേമോ മൈനസ് n-1 ടേം എന്ന് എഴുതാൻ സാധിക്കുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ എഴുതാൻ സാധിച്ചാൽ ഓക്കെ, നമ്മുടെ Sn എന്ന് പറയുന്നത് f of n മൈനസ് f of 0 എന്നുള്ള ടേമായി തീരും. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ nth ടേമോ മൈനസ് 0th ടേം എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടി. ഇതെങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എക്സ്പ്ലനേഷൻ വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ un നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കുമെന്ന് വിചാരിക്കുക fn മൈനസ് fn-1 എന്ന് എഴുതാൻ സാധിക്കുമെന്ന് വിചാരിക്കുക. ഓക്കെ, എങ്കിൽ u1 പ്ലസ് u2 പ്ലസ് എക്സെട്ര un അത് നമുക്ക് എങ്ങനെ എഴുതാം? u1 എന്ന് വെച്ചാൽ എന്ത് വരും? അപ്പം f1 മൈനസ് f0, കാരണം n 1 കൊടുക്കുമ്പോൾ ശരിയല്ലേ, f1 മൈനസ് f0 പ്ലസ് അടുത്ത ടൈം ഏതാ, n 2 കൊടുക്കുമ്പോൾ f2 മൈനസ് f1 അല്ലെ, പ്ലസ് അടുത്ത n 3 കൊടുക്കുമ്പോൾ എന്ത് വരും? f3 മൈനസ് എത്ര, f2 പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടേം എന്താ, n കൊടുക്കുമ്പോൾ എന്ത് വരും? fn മൈനസ് fn-1 എന്ന് വരും. ശരിയല്ലേ? ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും ടേംസ് ക്യാൻസൽ ആയി പോകും. ആരൊക്കെ? ദേ ഈ f1ഉം ഇവിടുത്തെ നമുക്ക് ക്യാൻസൽ ആയി പോകും. ഈ f2ഉം ദേ ഇവിടുത്തെ f2 ആയിട്ട് ക്യാൻസൽ ആയി പോകും. അങ്ങനെ f3 ക്യാൻസൽ ആയി പോകും. അങ്ങനെ fn-1 ഇവരെല്ലാവരും ക്യാൻസൽ ആയി പോകും. മിച്ചം വരുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ fn മിച്ചം വരും, f0 മിച്ചം വരും. ബാക്കി എല്ലാ ടേംസും ക്യാൻസൽ ആയി പോകും. സോ ആദ്യത്തെ n ടേംസ് സമ്മ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും?
Fn minus F0. ഓക്കെ, അപ്പം ഇതൊന്ന് ഓർത്തിരിക്കുക. അത് കണ്ടുപിടിക്കുന്ന രീതിയിലാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ F1 minus F0 plus F2 minus F1 plus etc. ഇവിടുത്തെ ടേംസ് ക്യാൻസൽ ആയി പോകും. ഈ F1 ഈ F1 ആയിട്ട് ക്യാൻസൽ ആയി പോകും. ഇവിടുത്തെ F2 അടുത്ത ഇവിടെ F2 ആയിട്ട് ക്യാൻസൽ ആയി പോകും. ഈ Fn minus 1 ഇതിന് മുമ്പത്തെ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഒരു Fn minus 1 ക്യാൻസൽ ആകും. മിച്ചം വരാൻ പോണത് ഈ Fn-ഉം F0-യും മാത്രമേ എന്ത് വരത്തുള്ളൂ, മിച്ചം വരത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഓർത്തിരിക്കാം Sn എന്ന് വെച്ചാൽ അപ്പൊ എന്തായിരിക്കും, Fn minus F0. അപ്പൊ ഈ ഇക്വേഷൻ ഒരു ബോക്സിൽ വരച്ചിട്ടേക്കാം. ഓക്കെ, എപ്പോഴാണ് സമ്മിന്റെ ഇക്വേഷൻ ഇതായി തീരുന്നത്? when un equal to Fn minus Fn-1 ആയിരിക്കുമ്പോൾ അല്ലേ Sn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായി തീരും, Fn minus F0. അപ്പൊ ഇതൊന്നും ഓർത്തിരിക്കണം. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതിന്റെ പ്രൂഫ് പരീക്ഷയിൽ ചോദിക്കാൻ അങ്ങനൊന്നും ചോദിക്കത്തില്ല, പക്ഷെ ഈ ഫോർമുല ഓർത്തിരിക്കണം. ഏതാ? നമുക്ക് UN എന്ന് പറഞ്ഞ ടേമിനെ ഒരു Fn minus Fn-1 എന്ന് എഴുതാൻ സാധിക്കുകയാണെങ്കിൽ S ക്യാപിറ്റലിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, Fn minus F0 എന്നുള്ളതായിരിക്കും. അത് വെച്ചൊരു പ്രോബ്ലം ആണ്. നെക്സ്റ്റ്, ഇവാലുവേറ്റ് ദ സം സിഗ്മ n equal to 1 to n 1 by n into n plus 1. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ UN ആരാ, ഇവിടുത്തെ UN എന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കിയേ, n-ന് 1 കൊടുക്കുന്നു. അപ്പം ഈ സീരീസ് എന്താ ഉദ്ദേശിക്കുന്നത്, n-ന് 1 കൊടുത്താൽ എന്ത് കിട്ടും അല്ലേ, n-ന് 2 കൊടുത്താൽ 1 by 2 into 3 പ്ലസ് എക്സെട്ര, ലാസ്റ്റ് ടൈം കൊടുത്താൽ n into n plus 1. ഇതാണല്ലോ. ഓക്കെ, എങ്കിൽ Fn എന്ന് പറയുന്ന ആരായിരിക്കും, സോറി UN എന്ന് പറയുന്ന ആരായിരിക്കും, 1 by n into n plus 1. ഓക്കെ, ഇതാണല്ലോ. ഇതിനെ നമ്മൾ ഏത് ഫോമിലേക്ക് മാറ്റി എഴുതണം, Fn minus Fn-1 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുമോ നമ്മൾ ചെക്ക് ചെയ്യണം. എഴുതാൻ സാധിക്കും. എങ്ങനെയാണെന്ന് അറിയോ, ഈ 1 by n into n plus 1-നെ നിങ്ങൾ ഇന്റഗ്രേഷൻ ഒക്കെ പഠിച്ച സമയത്ത് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം പഠിച്ചിട്ടുണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് 1 by n into n plus 1 നമ്മൾ എങ്ങനെ എഴുതും, a by n plus b by n plus 1 എന്ന് എഴുതത്തില്ലേ. ഇതാണ് ആ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ. ഇത് നിങ്ങളെ +2-ന്റെ ആ പോർഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നതൊക്കെ പറയുകയാണെങ്കിൽ ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. ഈ n into n plus 1 കൊണ്ട് കോമൺ ആയിട്ട് ഗുണിക്കുക. അപ്പൊ ലെഫ്റ്റ് 1 by n into n plus 1-നെ n into n plus 1 കൊണ്ട് ഗുണിച്ചാൽ എന്ത് സംഭവിക്കും, 1 എന്ന് കിട്ടും. a by n-നെ n into n plus 1 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും, a into n plus 1. ശരിയല്ലേ? ഇനി b by n plus 1-നെ n into n plus 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, b എന്ന് കിട്ടും. ശരിയാണല്ലോ. ഓക്കെ, ഇവിടെ ഇനി n-ന് 0 എടുക്കുക. n-ന് 0 എടുത്താൽ എന്ത് വരും, 1 equal to a എന്ന് കിട്ടും. ശരിയാണല്ലോ. ഇനി n-ന് -1 കൊടുത്താൽ, n-ന് -1 കൊടുത്താൽ എന്ത് സംഭവിക്കും, ഇതങ്ങ് മൊത്തത്തിൽ 0 ആയി പോകും. അപ്പം നമുക്ക് എന്ത് കിട്ടും, 1 equal to minus b അല്ലെങ്കിൽ b equal to -1. സോ നമുക്ക് കിട്ടും a equal to 1 എന്നും b equal to -1 എന്നും കിട്ടും. എന്തുകൊണ്ടാണ് ഞാൻ n-ന് 0-യും n-ന് -1-ഉം കൃത്യമായിട്ട് കൊടുത്തത്, ആ സംഖ്യ തന്നെ എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? അതിന് കാരണം n-ന് 0 എടുക്കാൻ കാരണം ഈ bn എന്ന് പറയുന്നത് 0 ആയി പോകുന്ന എപ്പോഴായിരിക്കും, n-ന് 0 ആകുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് ആ വാല്യൂ എടുക്കാൻ കാരണം. ഇനി a into n plus 1 0 ആയി പോകുന്ന എപ്പോഴാ, n-ന് -1 എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് n-ന് -1 കൊടുത്തത്. സോ നമുക്കപ്പോൾ b യുടെ വാല്യൂ കിട്ടി. സോ നമുക്ക് കിട്ടും എന്ത് കിട്ടും, a-യുടെ വാല്യൂ 1 എന്നും കിട്ടും, b-യുടെ വാല്യൂ എന്നും കിട്ടും, -1 എന്നും കിട്ടും. ശരിയാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, -1 by n plus 1 plus 1 by n എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ എപ്പോഴും എഴുതുന്നത് nth ടേം മൈനസ് അല്ലെ, ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ ഒരു ടേം മൈനസ് അതിന് തൊട്ട് താഴെയുള്ള ടേം എന്നല്ല എഴുതുക. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടുന്ന് മൈനസ് അങ്ങ് പുറത്തെടുത്തു. സോ മൈനസ് പുറത്തെടുത്ത് നമുക്ക് എന്ത് കിട്ടും, 1 by n plus 1 minus 1 by n. ശരിയാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയില്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പമുള്ള വഴി ഞാൻ എഴുതാം. ഇതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പമുള്ള എഴുതി -1 by n plus 1 minus -1 by n എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാൻ തെറ്റില്ലല്ലോ. ഓക്കെ,
അപ്പൊ ഇവിടെ നോക്കിയേ, ഇതാണ് ഇപ്പൊ ഏത് ഫോമിലായി, എഫ് എൻ മൈനസ് എന്നുള്ള ഫോമിലായി. അപ്പൊ ഇവിടുത്തെ എഫ് എൻ എന്ന് പറയുന്നത് ആരായിരിക്കും, -1/n+1 ആയിരിക്കും. ഓക്കെ, എങ്കിൽ നമുക്ക് സംഭവം കണ്ടുപിടിക്കാം, ക്യാപിറ്റൽ എസ് എൻ കണ്ടുപിടിക്കാം. എസ് എന്ന് വെച്ചാൽ എന്ത് വരും, എഫ് എൻ മൈനസ് F0 എന്ന് വരും. അപ്പം എഫ് എൻ എന്ന് വെച്ചാൽ എന്ത് വരും, എഫ് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം വരാൻ പോകുന്നത് -1/, ശരിയല്ലേ, ഇവിടെ തെറ്റാണത്, -1/n+1 മൈനസ് F0 എന്ന് വെച്ചാൽ എത്ര കിട്ടും, -1. ആ രണ്ട് മൈനസ് ചേർന്നിട്ടാണ് ഇത് എന്തായി തീർന്നത്, +1 ആയത്. വേണമെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം. അതായത് എഫ് എൻ എന്ന് പറയുന്നത് ഇതിന് എന്നിന്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ എൻ എടുക്കുന്നതാണല്ലോ. അപ്പൊ നമുക്ക് കിട്ടുന്നത് -1/n+1. ഓക്കെ, മൈനസ് F0 എത്ര വരും, -1. അപ്പൊ ഈ മൈനസ് ചേർന്നിട്ട് എന്തായി തീരും, പ്ലസ്. അതാണ് ഞാൻ ഇരിക്കുന്നത് -1/n+1+1. ടെക്സ്റ്റിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ മൈനസ് ആക്കണേ. ഇനി എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ കോമൺ ആക്കി ഇതിനെ കൊണ്ട് ഗുണിക്കുക, n+1 ഈ 1 കൊണ്ട് ഗുണിക്കുക. അപ്പം ഒരു 1 കൊണ്ടും ക്യാൻസൽ ആയപ്പോഴും മിച്ചം എന്ത് വരും, n/n+1 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം ചെയ്ത് പിടിക്കാം. ഇനി അടുത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ഒരു ഇക്വേഷനിൽ ഓർത്തിരിക്കേണ്ട കാര്യം, ഇത് നെക്സ്റ്റ് കാര്യമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എപ്പോഴും നമ്മുടെ ഡിഫറൻസ് ഫോം എന്ന് പറയുന്നത് യു എൻ നമ്മൾ നേരത്തെ എങ്ങനെ എഴുതാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എഫ് എൻ -1 ഫോമിലാണെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാന്നല്ലേ പറഞ്ഞത് അല്ലെ. യു എൻ എന്ന് പറയുന്നത് FN-1 ആണെങ്കിൽ എസ് എൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് ക്യാപിറ്റൽ എൻ മൈനസ് എഫ് ഓഫ് 0 ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും ഇങ്ങനെ യു എൻ വരണമെന്നില്ല, തൊട്ടടുത്ത ടേമുകൾ ഡിഫറൻസ് ആയിട്ട് വന്നില്ലെങ്കിൽ. ഫോർ എക്സാമ്പിൾ, യു എൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നത് ഒരു FN -m എന്ന് എഴുതാൻ സാധിക്കുന്നു എന്ന് വിചാരിക്കുക. അതാണ് പറയുന്നത്, the difference method may be easily extended to evaluate a sum in which each term can be expressed in the form un equal to FN -m ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ രീതിക്ക് എഴുതാൻ നിങ്ങൾക്ക് FN-1 ഒന്നും പറ്റുന്നില്ല, പകരം FN-m എന്നേ പറ്റുന്നുള്ളൂ എന്ന് ഇരിക്കട്ടെ. എം എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആണെന്ന് വിചാരിക്കട്ടെ. ഓക്കെ, എങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ, നിങ്ങൾ ഇതാണ് ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ. എങ്കിൽ എസ് എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, Sn equal to sigma k equal to 1 to m അല്ലേ, sigma k equal to 1 to m f of n minus k plus 1 minus sigma k equal to 1 to m f of 1 minus k എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് അത് എങ്ങനെ കിട്ടിയെന്നുള്ളത്, ഇത് ഓർത്തിരുന്നാൽ മതി. പക്ഷേ ഇത് ജസ്റ്റ് എങ്ങനെ കിട്ടിയെന്ന് പറയാൻ എക്സ്പ്ലനേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എസ് എന്ന് വെച്ചാൽ എന്താ, un plus u2 plus etc un-1 plus etc plus un ആണല്ലോ. ഇതിൽ u1 നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, ഈ ഫോമിൽ എഴുതുവാണെങ്കിൽ n 1 കൊടുത്താൽ മതി. അപ്പൊ എന്ത് വരും, f1 minus m, അതാണ് ഫസ്റ്റ് ടേം. u2 എന്ന് വെച്ചാൽ എന്ത് വരും, f2 minus m, അതാണ് ഈ കിടക്കുന്നത്. u3 എന്ന് വെച്ചാൽ എന്ത് വരും, f3 minus m, അതാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ പോയി un minus m എന്ത് വരും, fn-1 minus f of n-1 minus m. un എന്ന് വെച്ചാൽ എന്ത് വരും, fn minus fn minus m എന്ന് വരും. ഓക്കെ, ഈ രീതിക്ക് വരും. ഇതിന്റെ പ്രൂഫ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്ത് വന്നതെന്ന് അറിഞ്ഞാൽ മതി. ഈ നോക്കിയേ, ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആൾക്കാരുടെ ഫസ്റ്റ് ടേം മാത്രം എഴുതും. അപ്പൊ ഇവിടുന്ന് ഫസ്റ്റ് ടേം എടുത്താൽ ആര് വരും, f1 f2 f3 fn-1 fn, അതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, f1 f2 fn-1 plus fn. ഇനി സെക്കൻഡ് ടൈം ആയിട്ട് ആരാ വരാൻ പോണത്, സെക്കൻഡ് ടൈം ആയിട്ട് വരാൻ പോണത് എല്ലായിടത്തും മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് കോമൺ ആയിട്ട് ഞാൻ ആദ്യം തന്നെ വെളിയിൽ ഇവിടെ കൊടുത്തു. ഓക്കെ, പിന്നെ മിച്ചം വരെ എന്താ, f1 minus m f2 minus m f3 minus m അല്ലേ. അങ്ങനെ പോയി fn-1 minus m fn minus m, അതാണ് സെക്കൻഡ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എഴുതി. അപ്പം ഇങ്ങനെ ആയിരിക്കും വരാൻ പോണത്. ഒരു കാര്യം ചെയ്യാൽ മതി, ഇവിടെ കുറെ ടേംസ് ക്യാൻസൽ ആയി പോകും. പക്ഷെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പക്ഷേ എങ്ങനെയാണ് ക്യാൻസലേഷൻ നടക്കുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ എം എന്ന് പറഞ്ഞ ഇൻഡിജർ ആണല്ലോ, എമ്മിന് ഒരു 3 എന്ന് കൊടുക്കുക, എന്നിന് ഒരു 10 എന്ന് കൊടുക്കുക, എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും, f1 f2 തുടങ്ങി fn വരെ അല്ലേ. അപ്പൊ n 10 ആയതുകൊണ്ട് f10 വരെയുള്ള ടേംസ് വന്നു, മൈനസ്. ഇനി എമ്മിന് 3 കൊടുത്തിരിക്കുന്നത്, സോ f of 1 minus 3 f of 2 minus 3 തുടങ്ങി എവിടെ വരെ പോകണം, f of n minus 3 വരെ. n 10 ആയതുകൊണ്ട് 10 minus 3 that is 7. അപ്പൊ നമുക്ക് വരാൻ പോകുന്ന ടേംസ് ഇതാണ്, f1 to f10
പിന്നെ മൈനസ് ഓഫ് എഫ് ഓഫ് -2 തുടങ്ങി എഫ് ഓഫ് 7 വരെ. കാണുമ്പോഴേ അറിയാം ഇവിടെ എഫ് ഓഫ് 1 മുതൽ എഫ് ഓഫ് 10 വരെയുള്ള വാല്യൂസ് ഉണ്ട്. ഇവിടെ എഫ് ഓഫ് 1 തൊട്ട് എഫ് ഓഫ് 7 വരെയുള്ള ആൾക്കാരുണ്ട്. സോ എഫ് ഓഫ് 1 തൊട്ട് എഫ് ഓഫ് 7 വരെയുള്ള ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ മൈനസ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് F1 തൊട്ട് F7 വരെയുള്ള ആൾക്കാരെ നമുക്ക് രണ്ടിടത്തു നിന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റും. മിച്ചം നമുക്ക് എന്തേ വരത്തുള്ളൂ? F8, F9, F10 മൈനസ് ഇവിടെ എന്ത് വരും? F-2, F-1 തുടങ്ങി എവിടെ വരെ? F0 വരെ ടേംസേ വരത്തുള്ളൂ. ബാക്കിയെല്ലാം ക്യാൻസൽ ആയി പോയി. ശരിയല്ലേ? അങ്ങനെ ടേംസ് ഇവിടെ ക്യാൻസൽ ആയി പോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ നമ്മൾ പെയർ വൈസ് ഒക്കെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ മിച്ചം നമുക്ക് കിട്ടുന്ന ടേംസ് ഇതായിരിക്കും. Sn ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 1 to m f of n minus k plus 1 minus sigma k equal to 1 to n f of 1 minus k. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഫോർമുല. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതിൻ്റെ പ്രൂഫ് ഇടാം. ജസ്റ്റ് ഈ ഫോർമുല എങ്ങനെ കിട്ടി എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. ഓക്കെ, താങ്ക് യു.